എന്റെ ചാലഞ്ചറായി വന്നിരിക്കുകയാണല്ലേ. ഇനി നിങ്ങൾക്ക് എപ്പോഴും ഈ കടലിനടിയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കേണ്ടി ഈ എക്സ്പെരിമെന്റ് വളരെ റിസ്കിയാണ് മിസ്റ്റർ ഖുറാന. ഒന്നുകൂടെ ആലോചിച്ചിട്ട് ചെയ്താ പോരെ? എന്തെങ്കിലും സാധിക്കണമെന്ന് കരുതിയാൽ സാഹസികമായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആലോചിച്ചു നോക്കൂ ഡോക്ടർ. ഒരുപക്ഷെ ഈ എക്സ്പെരിമെന്റ് സക്സസ് ആയെങ്കിൽ പിന്നെ നമ്മുടെ ഹ്യൂമൻസ് എത്ര പവർഫുൾ ആവും. ബ്രില്യന്റ് ആയ ബ്രെയിൻ പവറോട് ചേർന്നാൽ മനുഷ്യരായ നമ്മൾക്ക് മൃഗങ്ങളുടെ ശക്തി, അതിവേഗം, പിന്നെ ഫ്ലെക്സിബിലിറ്റി എല്ലാം കിട്ടുന്നതായിരിക്കും. അതെ സാർ. ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യവും ഈ എക്സ്പെരിമെന്റ് ഫെയിലായി പോയാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ എത്ര ഡേഞ്ചറസ് ആയി മാറിയെന്ന് ഓർമ്മയുണ്ടോ? അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നീ എനിക്ക് ആ റെഡ് ആന്റിഡോട്ട് ഇഞ്ചെക്ട് ചെയ്തേക്ക്. അങ്ങനെ ചെയ്താൽ ഈ ഗ്രീൻ ഇഞ്ചക്ഷന്റെ എഫക്ട് അതോടെ അവസാനിക്കുന്നതായിരിക്കും. നീ തയ്യാറാണല്ലോ അല്ലേ? അതെ ഡോക്ടർ ഖുറാന. I like it. Super per. ഇത് വളരെ ജോളി ആയിട്ടുണ്ട് ഫ്രോഗ് മാൻ. ഫൺ കർ കർ. കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ ഖുറാന. നമ്മുടെ ഈ എക്സ്പെരിമെന്റ് സക്സസ് ആയി കഴിഞ്ഞു. മാൻ ആയിരുന്നു നിങ്ങൾ, ഇപ്പോൾ ഫ്രോഗ് മാൻ ആയി കഴിഞ്ഞു. ഡർ ടർ. എനിക്കിപ്പോ ഫ്രോഗിനെ പോലെ ജമ്പ് ചെയ്ത് പോകാനും പറ്റും. ഇവിടുന്ന് അവിടേക്ക്. ഓ ഐ ലൈക്ക് ഇറ്റ്. സൂപ്പർ പർ. टर टर don't fear, come near near. ഇനി ഞാൻ എല്ലാവരെയും ഫ്രോഗായി മാറ്റാൻ പോവുകയാണ്. ഇനി സൺസിറ്റിയെ ഭരിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. ഓ നോ, ആ ഗ്രീൻ ഇഞ്ചക്ഷന്റെ സൈഡ് എഫക്ട് ഡോക്ടർ ഖുറാനയുടെ ബ്രെയിനെയും ബാധിച്ചിരിക്കുന്നു. അയാൾ ഇപ്പോൾ ഡേഞ്ചറസ് ആയി മാറിയിരിക്കുകയാണ്. അയാൾക്ക് റെഡ് ആന്റിഡോട്ട് കൊടുത്ത് ശരിയാക്കേണ്ടതാണ്. ഇനി ഞാൻ എപ്പോഴും ഫ്രോഗ് മാൻ ആയിരിക്കും. ഒരു കാരണവശാലും നിനക്കെന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി എത്ര നേരത്തേക്ക് നീ എന്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടും? ഞാൻ എല്ലാം തലകീഴായി മാറ്റി മറിക്കാൻ പോവുകയാണ്. ഡോക്ടർ ഖുറാന ഫ്രോഗ്മാൻ ആയതുകൊണ്ട് വളരെ ശക്തിശാലിയായി മാറിയിരിക്കുന്നു. ഇനി ആർക്ക് ഇയാളെ തടഞ്ഞു നിർത്താൻ പറ്റും? ഒന്നിച്ചിരുന്നതുപോലെ പഠിക്കുന്നതിന്റെ 2 വേർഡ്സിൽ പറയുന്നത് ഗ്രൂപ്പ് സ്റ്റഡി. ഗ്രൂപ്പ് സ്റ്റഡിയോട് ചേർത്ത് ഗ്രൂപ്പ് ഈറ്റിംഗ് നമുക്ക് ചെയ്യാം. ഞാൻ കുറച്ച് കടല കഴിക്കട്ടെ.
R7 ലൈറ്റ് ബ്ലിങ്ക് ആവുകയാണ്. ആരോ അപകടത്തിലാണെന്ന് തോന്നുന്നു. വരൂ, നമുക്ക് ചെന്ന് നോക്കാം. ഇന്ന് നമ്മളെല്ലാവരും ഡോക്ടർ ഖുറാനെ ആദരിക്കാൻ കാത്തിരിക്കുകയാണ്. ഡോക്ടർ ഖുറാന ഒരു വലിയ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് നമുക്കും സൺസിറ്റിക്കും വളരെ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും പറയണമെങ്കിൽ ഞാനും വലിയൊരു സയന്റിസ്റ്റ് ആണ്. സയന്റിസ്റ്റോ? അതും നിങ്ങളോ? നിങ്ങൾ എന്താ കണ്ടുപിടിച്ചത് അങ്കിൾ? പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയാനാ? ഈ എർത്തിനെ ഉണ്ടാക്കിയത് ഞാനാണ്. നിങ്ങളാണെന്നോ? എർത്തോ? അതെ, ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ മുഖത്ത് കരിവാരി തേച്ചതുപോലെയാവും. ആരാ ഇങ്ങനെ ചെയ്തത്? ആരാ ഇങ്ങനെ ചെയ്തത്? മമ്മി! ഖുറാന സർ, അദ്ദേഹത്തെ ഞാൻ വരവേൽക്കാൻ പോവുകയാണ്. അദ്ദേഹം എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുമെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ വെൽക്കം ചെയ്യാനായി ഞാനിതാ ഫ്ലവേഴ്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. താങ്ക് യു ടംബു അണ്ണ. ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെന്തിനാ പെട്ടെന്ന് R7 ബ്ലിങ്ക് ആയത്? പക്ഷെ ഒരു ഒറ്റ വാർഡിൽ പറയണമെങ്കിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. റോൾ നമ്പർ 420 എങ്ങനെ ഫ്രോഗായി മാറിയത്? ഞാനാണ് അവന്മാരെ ഫ്രോഗാക്കി മാറ്റിയത്. ഞാനത് എങ്ങനെയാ ചെയ്തതെന്ന് കാണണോ? കാണിച്ചു തരാം. ടോണി ബോസും ഇപ്പോ നമ്മളെ പോലെയായി മാറി. ടോണി ബോസും ഇപ്പോ തവളയായി മാറി. എന്റെ ദൈവമേ! മമ്മി! ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങൾ ആരാണ്? ഇപ്പൊ പറയാം. ടർ, ടർ. എന്റെ പേര് ഡോക്ടർ ഖുറാന. ഞാനാണ് സയന്റിസ്റ്റ് ഖുറാന. മാൻ ആയിരുന്ന ഞാനിപ്പോൾ ഫ്രോഗ് മാൻ ആയി മാറിയിരിക്കുകയാണ്. എനിക്ക് സ്വയം ഞാൻ തന്നെ ഇഞ്ചക്ഷൻ നൽകി. ടർ, ടർ. ഡോക്ടർ ഖുറാന, നിങ്ങൾ സൺ സിറ്റിയിലെ ഡോക്ടർ അല്ലേ? വൺ വാർഡിൽ പറഞ്ഞാൽ ഹീറോ അല്ലേ? ടർ, ടർ. ആദ്യം ഹീറോ ആയിരുന്നു, ഇപ്പോൾ വില്ലനാണ്. ഇനി സൺ സിറ്റി എന്നെ കണ്ട് പേടിച്ച് വിറയ്ക്കണം. ഞാൻ നിങ്ങളെ ഭരിക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എന്റെ അടിമകളാണ്. ഒരു മിനിറ്റ്, ഫ്രോഗ് ബ്രദർ, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ വിട്ടേക്കൂ. ഞാൻ നിങ്ങളെ സഹോദരനായിട്ട് കണക്കാക്കിയിരിക്കുകയാണ്. മമ്മി! മമ്മി! ടർ, ടർ. ഇപ്പോൾ നീ റിട്ടയർഡ് ആയി കഴിഞ്ഞു. ടർ. ഇന്ന് മുതൽ ഞാനാണ് ഈ സൺസിറ്റിയുടെ മേയർ. ആ നശിച്ച ഫ്രോഗ് മാൻ എന്നെയും അയാളെ പോലെ ഫ്രോഗ് ആക്കി മാറ്റിക്കളഞ്ഞല്ലോ. ജീവൻ രക്ഷിക്കണമെങ്കിൽ ഒരു പ്ലാനേ ഉള്ളൂ. ഓടിക്കോ! എന്തടാ ചക്ക, നീ ഓടുന്നില്ലേ? ഓ, ഞാനൊരു കാര്യം മറന്നുപോയി. നീയാണല്ലേ കീക്കോ, സൺ സിറ്റിയുടെ പ്രൊട്ടക്ടർ. ഓ ലീഡർ. റൈറ്റ്. ഒരിക്കലും റോങ്ങിനെ കണ്ട് പേടിച്ചോടില്ല ഫ്രോഗ് മാൻ. നിങ്ങളിപ്പോൾ വെരി വെരി റോങ് ആണ്. അതോടെ സ്ട്രോങ്ങുമാണ്. പറ്റുമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. ടർ, ടർ.
ഒരു പക്ഷേ ഇപ്പൊ നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ടർ. പക്ഷേ നിന്റെ ഫ്രണ്ട്സ് ആരും രക്ഷപ്പെടില്ല. ഇപ്പോൾ ഞാൻ സിറ്റിയിലുള്ള എല്ലാവരെയും ഫ്രോഗാക്കി മാറ്റാൻ പോവുകയാണ് ടർ. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ആരെയും ഫ്രോഗാക്കി മാറ്റാൻ പറ്റില്ല. വേഗം, അതിവേഗം R7 ഇന്ന് സൂപ്പർ സ്പീഡോക്കാർ പുറത്തേക്ക് വരട്ടെ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലുടെ നടി വനത്തുന്ന ഹീറോ ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിരുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല ഞാൻ പൊറുക്കില്ല ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ നമുക്ക് ആ ഫ്രോഗ്മാനെ തടഞ്ഞു നിർത്തണം. ഓക്കെ ബഡി. സൂപ്പർ സ്പീഡോ സൂപ്പർ. യു ആർ ഗുഡ് ബട്ട് ഞാൻ വില്ലാതി വില്ലനാണ്. ഡോക്ടർ ഖുറാന പ്ലീസ് നിർത്തൂ, ഈ അട്ടഹാസങ്ങൾ നിർത്തൂ. ഓ ഡോക്ടർ ഡിങ്കറ, താൻ ഒരിക്കലും ഇങ്ങോട്ട് വരരുതായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരമ്പ് കൊണ്ട് രണ്ടുപേരെ വേട്ടയാടാൻ പോകുന്നു. ടർ. ഡോക്ടർ ഡിങ്കറ, നിനക്ക് പോലും ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. ടർ ടർ. സൂപ്പർ സ്പീഡോ നമുക്ക് ആദ്യം ആ ഡോക്ടർ ഡിങ്കറായെ ഓക്കെ രക്ഷിക്കണം. കിക്കോ. ടർ ടർ. നിന്റെ ചാപ്റ്റർ ക്ലോസ് കീക്കോ സൂപ്പർ സ്പീഡോ. പിന്നെ ഡോക്ടർ ഡിങ്കറയുടെ സ്റ്റോറി ദ ആന്റ്. അവരിപ്പോൾ കല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 34 ഫ്ലൈയിങ് ഫോർമുല നമ്പർ 34. ഞാനിപ്പോ എവിടെയാണ്? നിങ്ങൾ ഇപ്പോൾ സൂപ്പർ സ്പീഡോയ്ക്കകത്താണ്. വളരെ സേഫ് ആണ്. താങ്ക് യു കിക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ. യു വെൽക്കം. പക്ഷെ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഫ്രോഗ്മാനെ പിടിച്ചേ പറ്റൂ. ഒരു പ്രയോജനമില്ല. ഞാൻ ഖുറാനയുടെ അസിസ്റ്റന്റ് ആണ്, ഡോക്ടർ ഡിങ്കറയാണ്. എന്റെ കൺമുമ്പിൽ വെച്ചാണ് ആ എക്സ്പെരിമെന്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫ്രോഗായി മാറിയത്. ഫ്രോഗ്മാൻ വളരെ പവർഫുൾ ആൻഡ് ഫാസ്റ്റ് ആണ്. ഇനി അയാളെ പിടികൂടുന്നതും തടഞ്ഞു നിർത്തുന്നതും പ്രയാസമാണ്. പ്രയാസമായിരിക്കും, പക്ഷെ ഇമ്പോസിബിൾ അല്ലല്ലോ. അയാളെ തടഞ്ഞു നിർത്താൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും. അതെ, അതിനൊരു വഴിയുണ്ട്. ഒരു റെഡ് കളറിലുള്ള ആന്റിഡോട്ട് ഉണ്ട്. അത് നമ്മൾ ഡോക്ടർ ഖുറാനയ്ക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണെങ്കിൽ അയാൾ വീണ്ടും ഫ്രോഗ്മാനിൽ നിന്ന് ഡോക്ടർ ഖുറാനയായി മാറും. ആ റെഡ് ആന്റിഡോട്ട് എവിടെയാണുള്ളത്? ഡോക്ടർ ഖുറാനയുടെ ലാബിൽ തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് ആ സ്ഥലം കാണിച്ചു തരാം. എന്റെ ദൈവമേ, നമ്മളിപ്പോ ഡോക്ടർ ഖുറാനയുടെ ലാബിലേക്ക് എന്തിനാ വന്നത്? ഒരു പക്ഷേ ഡോക്ടർ ഖുറാന മാനിൽ നിന്ന് ഫ്രോഗായി മാറിയെങ്കിൽ ഫ്രോഗിൽ നിന്ന് മാനായിട്ട് മാറ്റാനുള്ള വഴി നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അത് സൂപ്പർ സ്പീഡോയുടെ സൗണ്ട് ആണല്ലോ. അതെ, അത് ശരിയാ. ഓഹോ,
സൂപ്പർ സ്പീഡോ, നീ ഇപ്പോ തിരിച്ച് R7ലേക്ക് തന്നെ പോയിക്കോ. വളരെ നല്ല കാര്യം കീക്കോ. 2 വേർഡ്സിൽ പറയണമെങ്കിൽ നീ ഇപ്പൊ ഓക്കെ ആണല്ലോ. പക്ഷെ നമ്മുടെ സിറ്റിയിലെ ജനങ്ങൾക്ക് ആപത്താണ്. ഡോക്ടർ ഡിംഗ്ര, ആ ആന്റിഡോട്ട് എവിടെയാണുള്ളത്? അത് ഇഞ്ചെക്ട് ചെയ്താൽ ശരിയാവുന്നല്ലേ പറഞ്ഞേ? അവിടെയുണ്ട്. ആകെയുള്ള അവസാനത്തെ ആന്റിഡോട്ട് ഇതാണ്. പക്ഷേ ഇതിനെന്തെങ്കിലും പറ്റിയാൽ പിന്നെ നമ്മൾക്ക് ഒരിക്കലും ഡോക്ടർ ഖുറാനയെ പഴയതുപോലെ ആക്കാൻ സാധിക്കില്ല. നിങ്ങൾ എല്ലാവരെയും ഞാൻ ഫ്രോഗാക്കി മാറ്റാൻ പോവുകയാണ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഈ ആന്റിഡോട്ടിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പോവുകയാണ്. അവസാനത്തെ ആന്റിഡോട്ടും അതാ പോയി കഴിഞ്ഞു. ഇനി ഞാൻ ഒരിക്കലും മനുഷ്യനായി മാറില്ല. ഒരിക്കലും എന്നെ ആർക്കും അങ്ങനെ മാറ്റാൻ കഴിയില്ല. ഞാൻ ഈ സൺസെറ്റ് ഭരിക്കാൻ പോവുകയാണ്. ഇനി എന്നെ ആർക്കും എതിർക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾ കരഞ്ഞ് കരഞ്ഞ് ടൈം പാസ് ചെയ്യേ. നിനക്കുള്ള ശിക്ഷ അതാണ്. നിന്റെ ഫ്രണ്ടിനെ ഇങ്ങനെ തവളയായി കണ്ടുകൊണ്ടിരിക്കേ. ഡോഡോ, നീ എന്തിനാ എന്നെ രക്ഷിക്കാൻ എടുത്തു ചാടിയത്? കാരണം കീക്കോ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ റോങ് ഒരിക്കലും റൈറ്റിനെ ജയിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഫ്രോഗ്മാന് ശരിക്കൊരു തിരിച്ചടി ഞാൻ നൽകും. സൂപ്പർ സ്പീഡോ, നിന്റെ കയ്യിൽ റെഡ് ആന്റിഡോട്ടിന്റെ പെർഫെക്റ്റ് ഇമേജ് ഉണ്ടല്ലോ. Yes, buddy. ഫോർമുല നമ്പർ 312 അപ്ലൈ ചെയ്യ്. Applying formula number 312. Let's dive in the ocean with all of our power. Our strength and our speed, we are no cowards. It's our task to get the antidote back. Is the last one, to turn back Kurana into a human. 500 meters. ആ ആന്റിഡോട്ട് ഇവിടുന്ന് 500 മീറ്റർ ദൂരത്തിലാണുള്ളത്. കൊള്ളാം. എങ്കിൽ കുറച്ച് സമയത്തിനുള്ള ആന്റിഡോട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. ദേ അങ്ങോട്ട് നോക്ക്. എന്റെ ദൈവമേ, എന്റെ ചാലഞ്ചറായി വന്നിരിക്കുകയാണല്ലേ. ഇനി നിങ്ങൾക്ക് എപ്പോഴും ഈ കടലിനടിയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കേണ്ടി വരും. ഓഹോ, ട്വിങ്കിളിന് നീന്താനും അറിയില്ലല്ലോ. ശ്വാസം അടക്കി നിർത്താനുള്ള പ്രാക്ടീസും അവൾക്ക് അറിയില്ല. ഫ്രോഗ്മാൻ ആന്റിഡോട്ടിനെ പൊട്ടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും അയാളെ ശരിയാക്കാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോ, നീ ട്വിങ്കിളിനെ രക്ഷിക്ക്. ഞാൻ പോയി ആന്റിഡോട്ട് എടുത്തോണ്ട് വരാം. Applying formula number 310. അയാള് കീക്കോവിനെ ഫ്രോഗാക്കുന്ന തോന്നുന്ന.
ഓ മൈ ഗോഡ്, കീക്കോ ശരിക്കും വെള്ളത്തിനടിയിൽ തീ കത്തിച്ചു കഴിഞ്ഞു. 2 വേർഡ്സിൽ പറയണമെങ്കിൽ മൈൻഡ് ബ്ലോയിങ്. ഡോക്ടർ പഴയതുപോലെ അങ്ങ് ശരിയായല്ലോ. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? പഴയതുപോലെ ഞാൻ മനുഷ്യനായി മാറി. ഐ എം റിയലി സോറി. മനുഷ്യവർഗത്തിന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും ഞാൻ ഇനി ഒരു എക്സ്പെരിമെന്റും ചെയ്യില്ല. സബാഷ് എന്റെ പ്രിയപ്പെട്ട റോക്ക് മോൺസ്റ്റർ. എടാ, ഡോർ ബെല്ലിന്റെ സൗണ്ടിനെ ഡിങ് ഡോങ് എന്ന് പറയും. ടേബിൾ ടെന്നീസിന്റെ ബോളിനെ പിങ് പോങ് എന്ന് പറയും. കേസ് ഫടാഫട്ട് ക്ലോസ് ചെയ്യുന്ന ആളിനെ ഡിറ്റക്റ്റീവ് ചട്ട്പട്ട് എന്ന് പറയും. കാലക്കി സാറേ, എന്തൊരു പഞ്ച് ഡയലോഗ് ഇപ്പൊ പറഞ്ഞത്. ഞാൻ ഏതായാലും ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇപ്പൊ നീ എനിക്കൊരു കാര്യം പറയടാ മൊട്ടത്തലിയ. ഇവിടെ ഇരുന്ന് ഇതൊക്കെ നീ എങ്ങനെയാ ചെയ്യുന്നത്? എന്താ നിന്റെ പ്ലാൻ? ദിവസം നന്നായിട്ട് വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ. നീ ആണെങ്കിൽ കൊഴുത്തു പോയല്ലോടാ. സാർ ഇപ്പൊ ചോദിച്ചിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഇപ്പോഴും സമയമുണ്ട്. നീ മറച്ചു വെച്ചിരിക്കുന്ന ആ റോക്ക് മോൺസ്റ്റർ എവിടെയാണെന്ന് പറ. അതുപയോഗിച്ചല്ലേ നീ ഈ സൺസിറ്റി മുഴുവനും അമ്മാനമാടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചോദിച്ചത് കേട്ടില്ലടാ ക്രിമിനൽ 911. എന്റെ പേര് ക്രേസി, ഡോക്ടർ ക്രേസി. ഞാൻ എന്റെ റോക്ക് മോൺസ്റ്റർ വെച്ച് കളിക്കാൻ പോവുകയാണ്. സൺസിറ്റി എടുത്തിട്ട് അമ്മാനമാടാൻ പോവുകയാണ്. ജയിലിന്റെ 4 ചുവരിനകത്ത് കിടന്ന് നീ ചാടുന്നു അല്ലേ? രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. നീ ഇവിടെ നിന്നും പുറത്തേക്ക് പോകാനും പറ്റില്ല. നിന്നെ കൊണ്ട് ഈ സൺസിറ്റിയെ ഭരിക്കാനും പറ്റില്ല. എനിക്കിവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് നീ പറഞ്ഞത് സത്യമാണ്. പക്ഷേ അവൻ അകത്ത് വരാൻ പറ്റും. അവൻ തീർച്ചയായും വരും. അവൻ വന്നേ പറ്റൂ. ട്വിങ്കിൾ, ഡോഡോ, വേഗം വാ. എത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റാച്യൂനടുത്തെത്തണം. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിന് ഈ റേസ് ജയിക്കാൻ പറ്റില്ല. ഈ റേസില് നിങ്ങൾ 3 അല്ല, മറിച്ച് ഞാനും എന്റെ ഗ്യാങ്ങാണ് ജയിക്കാൻ പോകുന്നത്. എടാ, നീ ഇപ്പൊ ചെയ്ത കാര്യത്തിന് 1 വേർഡിൽ എന്താ പറയാന്നറിയോ? ചീറ്റിംഗ്. തണുക്കുമ്പോൾ നമ്മൾ ഇടുന്നത് സ്വെറ്റർ. ടോണി ബോസ് ചീറ്റർ. ടോണി ഈ റേസിൽ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നതാണ്.
ഷെടാ ഇത് കുഴപ്പമായല്ലോ. ടോണിയും റോൾ നമ്പർ 410യും അവരങ്ങ് പോയി. അവർ ഈ റേസിൽ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരാഴ്ചത്തേക്ക് അവര് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടി വരും. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഇനി ഈ റേസിൽ നമുക്ക് ജയിക്കാൻ പറ്റില്ലെന്നാ എനിക്ക് തോന്നുന്നത്. കണ്ടോ, നമ്മൾ എല്ലാവരും എത്ര പിന്നിലാണെന്ന് കണ്ടോ. ധൈര്യമില്ലാത്തവർ മാത്രമാണ് റേസിൽ തോൽക്കുന്നത്. ധൈര്യമുള്ളവർ അവർ തീർച്ചയായും റേസിൽ ജയിക്കും. ഇത് നമ്മുടെ ധൈര്യം കാണിക്കേണ്ട സമയമാണ് കൂട്ടുകാരെ. തോറ്റു പിന്മാറരുത്. കുറച്ചു നേരം റെസ്റ്റ് എടുക്ക. പകുതി വഴി പോലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കിക്കോയും ഗ്യാങ്ങും എവിടെയാണെന്ന് പോലും നമുക്ക് അറിയില്ല. പറഞ്ഞത് ശരിയാണ് ടോണി ബോസ്. നമ്മളിപ്പോ അവരെക്കാളും മുന്നിലാണ്. ഒരു പ്രശ്നമില്ല. ഇപ്പോഴും ടിങ്കിളും ഡൂഡോയും നമ്മുടെ പുറകിൽ തന്നെയാണ്. ഒരു പ്രശ്നമില്ല. ഡോഡോ ഇപ്പോഴും നമ്മുടെ പുറകിൽ തന്നെയാണ്. ഒരു പ്രശ്നവും ഇല്ലെന്നേ. ഇപ്പൊ നമ്മളാണ് എല്ലാരെക്കാളും പിന്നിലായി പോയത്. നമ്മുടെ കണക്കിൽ ഒരു തെറ്റുപറ്റി. ടോണി ബോസ് ഇപ്പൊ തോറ്റുപോയി. ഇപ്പൊ പറയടാ, ഈ ടോണിയോട് കയറി കളിച്ചാ എന്താ സംഭവിക്കാന്ന് അറിയാലോ? വേഗം വാ, അല്ലെങ്കിൽ ടോണി ബോസ് ഇങ്ങോട്ട് നോക്കിക്കേ. രക്ഷപ്പെടാൻ എന്റെ കൈവശം ഒരു പ്ലാൻ ഉണ്ട്. നമുക്കെല്ലാവർക്കും ഷോർട്ട് കട്ടിൽ പോയേക്കാം. അവര് 3 പേരെക്കാളും ആദ്യം നമ്മൾ അവിടെ ചെന്നെത്തും. ബിസ്ക്കറ്റിന്റെ ഷോർട്ട് ഫോം ബിസ്കി എന്നാണ്. ടോണി ബോസ്, ഈ വഴി ഭയങ്കര റിസ്കിയാണ്. കിക്കോ, ട്വിങ്കിൾ, ഡോഡോ ഇവരെ തോൽപ്പിക്കാനായി ഞാൻ ഏത് റിസ്കും എടുക്കാൻ തയ്യാറാണ്. വരിനടാ. ഇവിടെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഏതാണ് ഈ സ്ഥലം? മറ്റുള്ളവരോട് ടോണി ബോസിന് പകയാണ്. ഇത് ടോണി ബോസിന് പതുങ്ങാനുള്ള ഗുഹയാണ്. ഗുഡ് ഐഡിയ. നോക്കൂ ടോണി ബോസ്, ഇവിടെ നിങ്ങളുടെ ബന്ധുക്കളുടെ ശില്പങ്ങളാണുള്ളത്. ഓൾറെഡി അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ രാക്ഷസന്മാരെ കാണുമ്പോ നിനക്ക് എന്റെ ബന്ധുക്കാരെ പോലെ തോന്നുന്നുണ്ടോടാ? ഇതൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങ് ഇടിച്ച് തെറിപ്പിക്കാനാ തോന്നുന്നേ. ഇതുപോലൊരു പഞ്ച് വിടാൻ തോന്നുന്നു. ഇങ്ങനെ 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 ഇങ്ങനെ. ടോണി ബോസ്, ഇത് കൈകൊണ്ട് ഇടിക്കേണ്ട സമയമല്ല, കാലുകൊണ്ട് ചവിട്ടേണ്ട സമയമാണ്. ഒരുപക്ഷെ നമ്മൾ റേസിൽ തോറ്റുപോയാൽ പിന്നെ അടുത്ത 7 ദിവസത്തേക്ക് കീക്കോ, ടിങ്കിൾ, ഡോഡോ ഇവർ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കേണ്ടി വരും. വാ, നമുക്ക് വേഗം പോകാം. കല്ലുകളെല്ലാം പൊട്ടി തരിപ്പണമായി. ഇതുപോലെ നമ്മളും തവിട് പൊടിയാകുമോ? ഈ രാക്ഷസിനിപ്പോ ജീവൻ വെച്ചിരിക്കുക. ഒരു പ്രശ്നമില്ല. അവനെ ആരോ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുക.
അവൻ എഴുന്നേറ്റെന്നാ തോന്നുന്നത്. എന്റെ ചെകുത്താൻ റോക്ക് മോൺസ്റ്റർ. ഇനി ആർക്കും എന്റെ കയ്യിൽ നിന്നും സൺസിറ്റിയെ രക്ഷിക്കാനാവില്ല. എന്റെ പേര് ക്രേസി, ഡോക്ടർ ക്രേസി. ടോണിയും അവന്റെ ഗാങ് 420യും സ്ലോ ആണ്. പക്ഷെ ഇതിനകം അവരെല്ലാരും ഇവിടെ എത്തിച്ചേരേണ്ടതാണല്ലോ. അതെ, അവന്മാര് ഭയങ്കര സ്ലോയാ. എന്നാലും അവരിവിടെ വന്ന് റീച്ച് ആവേണ്ട സമയം കഴിഞ്ഞല്ലോ. ഒരുപക്ഷെ ചാലഞ്ചിൽ തോറ്റുപോന്നുള്ള പേടി കൊണ്ട് ഒളിഞ്ഞതായിരിക്കും. എന്നാൽ അവന്മാർ എങ്ങോട്ടാ പോയത്? അത് തന്നെ ആയിരിക്കും സംഭവിച്ചത്. R7 ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. അതായത് അടുത്തെവിടെയോ അപകടമുണ്ടെന്നർത്ഥം. ഇത് ടോണിയുടെയും റോൾ നമ്പർ 420യുടെയും സൈക്കിൾസ് അല്ലേ? ഒരുപക്ഷെ അവരാണ് അപകടത്തിൽ കുടുങ്ങിയത്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. സിഗ്നൽ ഇവിടെ നിന്നാണ് വന്നോണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഈ വലിയ മല മാത്രമേ ഉള്ളൂ. വേഗം, മതിവേഗം. R7 ഇന്ന് സൂപ്പർ സ്പീഡോ കാർ പുറത്തേക്ക് വരട്ടെ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്നൽ സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടെ നടി വന്നെത്തുന്ന ഹീറോ. ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിരുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. ഓക്കേ ബഡി, ഇപ്പൊ നമുക്ക് ടോണിയെയും റോൾ നമ്പർ 420യെയും കണ്ടെത്തണം. സിഗ്നൽ ഇവിടുന്നാണ് വരുന്നത്. നമുക്ക് ഫോർമുല നമ്പർ 142 അപ്ലൈ ചെയ്യണം. സ്പീഡോ ചെയ്യും വാട്ട് എവർ യു സേ. അവരെ മൂന്നാളെയും തേടി കണ്ടെത്താം യൂസിംഗ് മൈ എക്സ്റേ വിഷൻ. ഓക്കേ ബഡി, എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ചെല്ല്. റോക്ക് മോൺസ്റ്റർ ഭയങ്കര ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. Let's get Rock Monster on his knees. Here comes Super Speedo picking up speed. We are always in the lead. We gotta save them in one piece. Go, go, run, let's escape now. Let's go, friends, no need to wait now. Rock Monster's learned his lesson. Let's leave him to his fate now. എന്റെ ദൈവമേ, ജസ്റ്റ് മിസ്സിലാ നമ്മൾ രക്ഷപ്പെട്ടത്. ഞാനെന്തെങ്ങനെ കഴിക്കട്ടെ? ടീച്ചർ നിന്നോട് പറഞ്ഞതല്ലേ, പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് പോവാൻ പാടില്ലെന്ന് പറഞ്ഞതല്ലേ. ഇപ്പൊ കണ്ടല്ലോ. മാനത്ത് മേഘങ്ങളുടെ സെറ്റാണ്, ടോണി ബോസിന് വട്ടാണ്. നമ്മുടെ ഭാഗ്യം, ആ റോക്ക് മോൺസ്റ്റർ പാറക്കെട്ടിനുള്ളിൽ കുടുങ്ങിപ്പോയി. അല്ലെങ്കിൽ നമ്മുടെ കാര്യം എന്താവുന്ന് പറയാൻ പറ്റില്ല. സബാഷ് എന്റെ പ്രിയപ്പെട്ട റോക്ക് മോൺസ്റ്റർ, വേഗം വാ. വന്ന് നിന്റെ ഈ ഡോക്ടർ ക്രേസിയെ ഈ ജയിലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകൂ.
ആദ്യത്തെ ഗേറ്റ് ചെക്ക്, സെക്കൻഡ് ഗേറ്റ് ചെക്ക്, എല്ലാ ഗേറ്റ്സിലും സെക്യൂരിറ്റി ചെക്ക്. ഓ മൈ ഗോഡ്, അതെന്താണ്? നീ എത്തിയല്ലേ എന്റെ പ്രിയപ്പെട്ട റോക്ക് മോൺസ്റ്റർ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകൂ. സൺ സിറ്റിയിലെ മഹാജനങ്ങളെ, നിങ്ങളുടെ പുതിയ കിങ്ങിനെ സ്വാഗതം ചെയ്യാൻ തയ്യാറായിരിക്കും. മൈ നെയിം ഈസ് ക്രേസി, ഡോക്ടർ ക്രേസി. R7 വീണ്ടും ബ്ലിങ്ക് ആവുന്നു. അടുത്തെവിടെയോ അപകടമുണ്ടെന്നർത്ഥം. സൺ സിറ്റി ജനങ്ങളെ, നിങ്ങളുടെ ഈ പുതിയ രാജാവിനെ സ്വാഗതം ചെയ്യില്ലേ നിങ്ങൾ? മൈ നെയിം ഈസ് ക്രേസി, ഡോക്ടർ ക്രേസി. ഞാൻ എന്റെ ഈ റോക്ക് മോൺസ്റ്ററിനെ കൊണ്ട് സൺ സിറ്റി എടുത്തിട്ട് അമ്മാനമാടാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ആരെങ്കിലും രാജാവാകണമെങ്കിൽ അയാൾ വളരെ ഇന്റലിജന്റും അതുപോലെ വളരെ പവർഫുള്ളുമായിരിക്കണം. ആ ക്വാളിറ്റീസ് എല്ലാം എനിക്കുണ്ട്. ഒരു പക്ഷേ ഇവിടെയുള്ള ആരെങ്കിലും എന്നെക്കാളും ഇന്റലിജന്റും എന്നെക്കാളും പവർഫുൾ ആണെന്നും തോന്നിയാൽ എങ്കിൽ അവർക്ക് എന്നോട് നേരിട്ട് ഏറ്റുമുട്ടാവുന്നതാണ്. നാളെ രാവിലെ ഈ കാണുന്ന സൺസിറ്റി ഗ്രൗണ്ടിൽ തന്നെ. മൈ നെയിം ഈസ് ക്രേസി, ഡോക്ടർ ക്രേസി. ഞാൻ എന്റെ ഈ റോക്ക് മോൺസ്റ്ററിനെ വെച്ചുകൊണ്ട് സൺസിറ്റിയെ തകിടം മറിക്കാൻ പോവുക. എനിക്ക് തോന്നുന്നത് എന്നോട് ഏറ്റുമുട്ടാൻ ഇന്നാരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ആർക്കും ഇങ്ങോട്ട് വരാനും പറ്റില്ല. ഈ ഡോക്ടർ ക്രേസി ആർക്കെങ്കിലും തോൽപ്പിക്കണമെങ്കിൽ ആ വരുന്നവൻ എന്നെക്കാളും വലിയ ക്രേസി ആയിരിക്കണം. എന്നോട് നേർക്ക് നേരെ ഏറ്റുമുട്ടാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എന്നെ തോൽപ്പിക്കാൻ കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അതെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ ക്രേസി. എടാ പൊടിച്ചക്ക, നീ ഒരല്പം മാറി നിൽക്ക്. ഇതൊന്നും നിന്റെ സ്കൂളിലെ പ്ലേ ഗ്രൗണ്ട് അല്ല, ഇത് യുദ്ധഭൂമിയാണ്. ഈ സ്ഥലം എന്നെ ചാലഞ്ച് ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ്. അതെ ഡോക്ടർ, ഞാൻ തന്നെയാണ് നിങ്ങളുടെ ചാലഞ്ചർ. പൊടിച്ചക്ക, ഇത് ഫുട്ബോളും ക്രിക്കറ്റും പോലെയുള്ള കളിയല്ല. വലിയ വില്ലാതി വില്ലന്മാർക്ക് പോലും എന്നെ എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം. അങ്ങനെയുള്ളപ്പോൾ നിന്നെ പോലെ ഒരു കൊച്ചു ചെക്കൻ എങ്ങനെയാണ് അതൊക്കെ ചെയ്യാൻ പറ്റുക? മിസ്റ്റർ ക്രേസി, റോങ് എപ്പോഴെല്ലാം റൈറ്റിനെ നോക്കി ചാലഞ്ച് ചെയ്യുന്നു അപ്പോഴെല്ലാം റോങ് തോറ്റിട്ടേയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നിങ്ങളും തോൽക്കാൻ പോവാണ്. ആ ലോജിക് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ തോറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. വൺ വേർഡിൽ നിങ്ങൾ റോങ് ആണ്, കീക്കോ റൈറ്റ് ആണ്. നീ ശരിക്കും തോറ്റു. നീ ജയിക്കാൻ ഇനി നോ ചാൻസ്. കഷ്ടം തന്നെ. ഇന്ന് നിങ്ങളുടെ ഈ ലോജിക് ഫെയിൽ ആവാൻ പോവുകയാണ്. റോങ് റൈറ്റിനെ തോൽപ്പിക്കും. ഈ സിറ്റിയെ ഭരിക്കാൻ പോവുകയാണ് റോക്ക് മോൺസ്റ്റർ. ഈ പൊടിച്ചക്കനെ അങ്ങ് തട്ടി എറിഞ്ഞേക്ക്. വേഗം, അതിവേഗം R7 ന്ന് സൂപ്പർ സ്പീഡോ കാർ പുറത്തേക്ക് വരട്ടെ.
സൂപ്പർ സ്പീഡോ നമുക്ക് ഈ റോക്ക് മോൺസ്റ്ററെയും ഡോക്ടർ ക്രേസിയെയും തോൽപ്പിക്കണം, അല്ലെങ്കിൽ സൺ സിറ്റിക്ക് വലിയ അപകടമുണ്ടായി തീരും. ഓക്കെ ബഡി. This is solid, boss. Let's go for a toss. Where the heads, where the tails, there is always his loss. Yo, check this out. Let's see what Rock Monster's all about. Let's go protect Sun City's crowd. It's the end of Dr. Crazy without a doubt. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 313 അപ്ലൈ ചെയ്യ്. ഫോർമുല നമ്പർ 313 ആക്ടിവേറ്റഡ്. അവരുടെ ആയുധം അവരിലേക്ക് തന്നെ തിരിച്ചുവിടുന്നു. കളി ഒരുപാട് കൂടിപ്പോയി. ഒറ്റയടി കൗമാരുടെ കഥ തീർക്ക്. മിസൈൽ അറ്റാക്ക്. സൂപ്പർ സ്പീഡോ ഈ മിസൈല് വിടാതെ നമ്മുടെ പുറകെ വന്നോണ്ടിരിക്കുകയാണല്ലോ. അത് ഗൈഡഡ് മിസൈൽ ആണ്. വേഗം ഓടി രക്ഷപ്പെടണം. എന്നുവെച്ചാൽ നമ്മളെ അത് അറ്റാക്ക് ചെയ്യാത്തത് വരെ നമ്മളെ ഫോളോ ചെയ്തോണ്ടിരിക്കും. എന്റെ ദൈവമേ, ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ അവസാനത്തെ ദിവസം തോന്നുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഞാനിപ്പോ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. രക്ഷിക്കൂ, രക്ഷിക്കൂ. രക്ഷപ്പെടാൻ ഇപ്പം ഒറ്റ മാർഗമേ ഉള്ളൂ. ഡോക്ടർ ക്രേസി നിൽക്കുന്നിടത്തേക്ക് തിരിച്ചു ചെല്ലണം. അവനെ കണ്ട് തോറ്റും സമ്മതിക്കാനോ? റൈറ്റ് എപ്പോഴും റോങ്ങിന്റെ മുൻപിൽ തോറ്റു പിന്മാറില്ല. സൂപ്പർ സ്പീഡോ യു ടേൺ. ഇതിനകം എന്റെ റോക്ക് മിസൈൽ അവരെ തവിട് പൊടിയാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് ഞാൻ ഈ സൺസിറ്റിയുടെ രാജാവാണെന്ന് അനൗൺസ് ചെയ്യാൻ. ഒരു കാര്യം പറഞ്ഞേക്കാം, നീ എന്റെ റോക്ക് മോൺസ്റ്റർ ടാങ്കിനെ അറ്റാക്ക് ചെയ്തതുകൊണ്ട് നീ അങ്ങ് ജയിച്ചെന്ന് കരുതണ്ട. ബാക്കി കളി നീ കാണാൻ പോകുന്നേ ഉള്ളൂ. റോക്ക് മോൺസ്റ്റർ ആ പൊടിച്ചക്കന്റെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യൂ. എന്റെ ദൈവമേ, വീണ്ടും ആ മോൺസ്റ്റർ പഴയതുപോലെ ആയല്ലോ. കീക്കോ, ഇതിന്റെ അർത്ഥം ആ റെഡ് ബോളിനെ ഉടനെ നശിപ്പിച്ചേക്ക്. ഡോക്ടർ ക്രേസി, തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. അതാണ് ഞങ്ങളുടെ ഒരു രീതി. സാർ ആദ്യമായിട്ടാ ശരിയായിട്ട് ഒരു കാര്യം പറഞ്ഞ. ഡോക്ടർ ക്രേസി തെറ്റുകൾ സമ്മതിക്കുന്നത് വരെ ഇയാൾ ജയിലിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കും. ഗുഡ് മോർണിംഗ് ചട്പട്ട് അങ്കിൾ. ഡോക്ടർ ക്രേസി തെറ്റ് സമ്മതിക്കുന്നത് വരെ അദ്ദേഹം ഇരിക്കേണ്ട സ്ഥലം ജയിൽ തന്നെയാണ്. എന്നെ എത്ര തന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടാലും ശരി, ഞാൻ ഒരിക്കലും മാറില്ല, മനസ്സിലായോ? കാരണം എന്റെ പേര് ക്രേസി, ഡോക്ടർ ക്രേസി. ഞങ്ങളുടെ ഈ സൺ സിറ്റി തന്റെ തല്ലിപ്പൊളി അഭ്യാസങ്ങളെല്ലാം തവിട് പൊടിയാക്കി. Launching micro missiles.
നിന്റെ കിക്കിനെ കുറിച്ച് പറയണമെങ്കിൽ എന്റെ കയ്യിൽ ഒരൊറ്റ വേർഡേ ഉള്ളൂ, എക്സ്ട്രാ ഓർഡിനറി. അതെ, പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. നിന്റെ കിക്കും പഞ്ചുമെല്ലാം വളരെ പെർഫെക്റ്റ് ആണല്ലോ. പിന്നെ എന്തിനാ നീ ഇത്രയധികം പ്രാക്ടീസ് ചെയ്യുന്നത്? കാരണം പ്രാക്ടീസ് ഇല്ലാതെ കിക്ക് പെർഫെക്റ്റ് ആവില്ല. പ്രാക്ടീസ് ചെയ്താൽ കിക്കിന്റെ പെർഫെക്ഷൻ ടോപ്പ് ആയിരിക്കും. നിന്നെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് കീക്കോ. ഇപ്പൊ ഞാനും മനസ്സുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുക. ഇനി ഞാനും പ്രാക്ടീസ് ചെയ്യും, എന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് മാറും. പക്ഷെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാ. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. പിടികിട്ടാപ്പുള്ളിയായ കള്ളൻ മിസ്റ്റർ എക്സ് വീണ്ടും സൺസിറ്റിയെ ചാലഞ്ച് ചെയ്തിരിക്കുന്നെന്നോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. ഇത്രയ്ക്കൊക്കെ ടൈറ്റ് സെക്യൂരിറ്റി ഇട്ടതിന് ശേഷം മിസ്റ്റർ എക്സിന്, അതും നിങ്ങളെ പോലെയുള്ള ഒരു സ്മാർട്ട് സൂപ്പർ ഡിറ്റക്റ്റീവ് ഉള്ള സമയത്ത് അവൻ ഇവിടെ വന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ പറ്റുമോ? നീ പറഞ്ഞത് ശരിയാണ് ജൂനിയർ. മമ്മി, എക്സ്ക്യൂസ് മീ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മിസ്റ്റർ എക്സ് കൊള്ളയടിക്കാൻ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അവൻ ചാലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൻ ചെയ്ത് കാണിച്ചിരിക്കും. ഒരു പക്ഷേ മിസ്റ്റർ എക്സ് രാജാവ് സുർസിംഗിന്റെ 400 വർഷം പഴക്കമുള്ള വാൾ അടിച്ചു മാറ്റി കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവൻ വരുമെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും വന്നിരിക്കും. അങ്ങനെ ഒരു പക്ഷേ അവൻ വന്നാൽ അപ്പോൾ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. മമ്മി, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കെ. ഞാനാണ് പറയുന്നത്, അവരെ ഇങ്ങനെ പിടിക്കണമെന്ന് എനിക്കറിയാം. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം, അതാണ് എന്റെ പോളിസി. സാർ ഇപ്പൊ കോഡ് ലാംഗ്വേജിൽ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, സാറേ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല, ഞങ്ങളില്ലേ. കാരണം ഞാനാണ് ഡിറ്റക്റ്റീവ് ചാറ്റ്പാറ്റ്. മിസ്റ്റർ എക്സിനെ ഞാൻ ഫടാഫറ്റ് കണ്ടുപിടിച്ചിരിക്കും. വ്യത്യസ്തമായ സ്റ്റൈലായിരിക്കും എന്റെ വരവ്. അടിച്ചു മാറ്റി പോകുമ്പോഴും അതും സൂപ്പർ സ്റ്റൈലായിരിക്കും. അതേപോലെ പോകുമ്പോഴും സൂപ്പർ സ്റ്റൈലിലായിരിക്കും. എന്റെ പേര് മിസ്റ്റർ എക്സ് എന്നാണ്. ചാലഞ്ച് ചെയ്ത് കൊള്ളയടിക്കുന്നതാണ് എന്റെ ജോലി. അതാണ് എന്റെ ഒരു സ്റ്റൈൽ. പറഞ്ഞതുപോലെ മിസ്റ്റർ എക്സ് സൺസിറ്റിക്കകത്ത് പോയി കഴിഞ്ഞു. അവനിപ്പോൾ ആകാശത്ത് നിന്നും പറന്നു വന്നതുപോലെയുണ്ട്. ഞാനാണ് ഡിറ്റക്റ്റീവ് ചാറ്റ്പാറ്റ്. മിസ്റ്റർ എക്സിനെ ഫടാഫട്ട് അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്ന് വെച്ചാൽ വീണ്ടും സൺസിറ്റിയിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്.
എന്റെ പേര് മിസ്റ്റർ എക്സ് എന്നാണ്. ഓപ്പൺ ആയിട്ട് ചാലഞ്ച് ചെയ്ത് കൊള്ളയടിക്കുന്നതാണ് എന്റെ ജോലി, അതും വ്യത്യസ്തമായ സ്റ്റൈലിൽ. ആ പയ്യൻ ആരാണ്? അവൻ എന്നെ നോക്കിയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ഗുഡ് ഈവനിങ് കള്ളൻ അങ്കിൾ, എന്റെ പേര് കിക്കോ. നിങ്ങൾ പ്ലീസ് ആ രാജാവ് സൂരത് സിംഗിന്റെ വാളങ്ങ് തിരിച്ചു കൊടുത്തേക്കൂ. ഷടാ പൊടിച്ചക്ക, നീ നല്ലോണം ചാടിയോടി അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനേക്കാളും നന്നായി നിനക്ക് സംസാരിക്കാനും അറിയാമെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ മോഷ്ടിക്കുന്നതിൽ കിങ് ആണ്. അതിനേക്കാൾ ഉപരി എസ്കേപ്പ് ആവുന്നതിലും കിങ് ആണ്, അതും വളരെ വ്യത്യസ്തമായ സ്റ്റൈലിൽ. വേഗം, അതിവേഗം R7 ഇന്ന് സൂപ്പർ സ്പീഡോ കാർ പുറത്തേക്ക് വരട്ടെ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ, വിളിച്ചാലുടെ നടി വനത്തുന്ന ഹീറോ, ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിരുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, മിസ്റ്റർ എക്സ് മ്യൂസിയത്തിൽ നിന്ന് വിലയുയർന്ന വാൾ അടിച്ചു മാറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ ഉടനെ ഫോളോ ചെയ്. কোথায় গেল? ഇതെങ്ങനെയാ സംഭവിച്ചത്? ഇത്ര പെട്ടെന്ന് മിസ്റ്റർ എക്സ് അങ്കിൾ എങ്ങോട്ട് പോയിട്ടുണ്ടാവും? കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് മിസ്റ്റർ എക്സ് എങ്ങനെയാണ് അവിടെ എത്തിയത്? ടോണി ബോസിന്റെ കയ്യിൽ ഗ്ലൗസ് ഉണ്ട്, ഇടികൊണ്ടാൽ അവന്റെ ചാപ്റ്റർ ക്ലോസ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. സോറി ബോസ്, ഞങ്ങള് നിങ്ങളെ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാ. അത് പിന്നെ ഡോഡോയുടെ കയ്യിലിരിക്കുന്ന എമ്മി ആലു പൊറോട്ട കണ്ടാൽ എപ്പോഴും പോലെ നിങ്ങൾക്കും അത് കഴിക്കണമെന്ന് തോന്നും. കീക്കോ മിസ്റ്റർ എക്സിന്റെ കാര്യത്തിൽ വളരെ ടെൻഷനിലാണ്. അവന്റെ ഈ വിഷമം ഒന്ന് മാറ്റിയെടുക്കാൻ ഞാൻ ഉറപ്പായിട്ടും എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആദ്യം എന്തെങ്കിലും കഴിക്കട്ടെ. ആ പൊറാട്ട അത് ഞാൻ കഴിക്കാൻ പോകുന്നു.
എനിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും ഒരു സൂപ്പർ ബൈക്ക് നമ്മുടെ ഗിസ്മോയെക്കാളും എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന എനിക്ക് മനസ്സിലാവാത്ത. എന്റെ മനസ്സിൽ ഇപ്പൊ 2 വേർഡ്സേ ഉള്ളൂ. ഞാനിപ്പോ വല്ലാത്ത കൺഫ്യൂഷനിലാ. ഒരിക്കലും നമ്മുടെ എതിരാളിയെ നമ്മൾ വീക്കായിട്ട് കാണരുത്. ഒരുപക്ഷെ മിസ്റ്റർ എക്സിന്റെ കയ്യിലുള്ളത് സൂപ്പർ ബൈക്ക് ആയിരിക്കാം. പക്ഷെ ഇപ്പൊ ചോദ്യം എന്തെന്ന് വെച്ചാൽ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അയാൾ അത്ര പെട്ടെന്ന് അവിടെ എങ്ങനെ എത്തി? സൂപ്പർ സ്പീഡോ, എന്തെങ്കിലും നിനക്ക് മനസ്സിലായോ? Mr. X, yeah. Doesn't steal every day, yeah. He loves giving challenges. And he has a super bike, yeah. You close your eyes and poof, he's gone. You better watch out, cause he's a god. Let's go, Kiko, and stop this man before he begins his evil plans. അത് ശരി. അപ്പൊ അവൻ പല പ്രാവശ്യം ഇതുപോലെ മറിഞ്ഞിട്ടുണ്ട്. താങ്ക് യു സൂപ്പർ സ്പീഡോ. മിസ്റ്റർ എക്സിനെ പിടിക്കാൻ ഒറ്റ ഒരു വഴി മാത്രമേ ഉള്ളൂ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അയാൾ അപ്രത്യക്ഷനാകുന്ന ആ രഹസ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് അവനെ പിടികൂടാം. ഇവിടെ തീ പിടിച്ചു, രക്ഷിക്കൂ, രക്ഷിക്കൂ. ഭയങ്കര എരിവ്. ഇവൻ എന്തായി ചെയ്യുന്നത്? ടോണി ബോസ് രക്ഷിക്കൂ, രക്ഷിക്കൂ എന്ന് കടന്ന് വിളിക്കുന്നത് കണ്ടില്ലേ? അതിന് കാരണം ഡോഡോയുടെ മുളകിട്ട് പൊറോട്ട കഴിച്ചു. അത് തിന്നപ്പോൾ നല്ല എരിവുണ്ട്. ഡോഡോ, ഇത്രയും എരിവുള്ള പൊറോട്ട നീ എന്തിനാ കഴിച്ചത്? അതിനുള്ള ഉത്തരം ഞാനിപ്പോ പറയാം. ടോണി എപ്പോഴും ഡോഡോയെ കളിയാക്കി അവന്റെ ലഞ്ച് ബോക്സ് അടിച്ചോണ്ട് പോകും. ടോണിക്ക് ശരിക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ തന്നെയാ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ ഡോഡോയോട് ഒരേപോലുള്ള 2 ലഞ്ച് ബോക്സ് കൊണ്ടുവരാൻ പറഞ്ഞു. ഒന്ന് ടോണിയുടെ കയ്യിലുണ്ട്, ഇനി ഒരെണ്ണം മറ്റൊന്ന് ദേ ഇവിടെയുണ്ട്. 2 ലഞ്ച് ബോക്സസോ? അതെന്തിനാ? കാരണം ഫസ്റ്റ് ലഞ്ച് ബോക്സിൽ മുളകിട്ട പൊറോട്ടയാണ് വെച്ചിരുന്നത്. പിന്നെ ടോണി അത് തട്ടിപ്പറിച്ച് കഴിക്കുമ്പോൾ അവൻ അത് തന്നെ ഒരു പനിഷ്മെന്റ് ആയി മാറും. ഒരൊറ്റ വാക്കിൽ റൈറ്റ്. സെക്കൻഡ് ലഞ്ച് ബോക്സിൽ നോർമൽ പൊറോട്ട. അത് ഡോഡോയ്ക്ക് ഇഷ്ടം പോലെ കഴിക്കാം. ഇപ്പൊ ഞാൻ മുളകൊന്നും ഇല്ലാത്ത പൊറോട്ട കഴിക്കാൻ പോവാണ്. ഞാൻ നിങ്ങളോട് പകരം വീട്ടും. വരുന്നടാ. ഡോഡോയുടെ കയ്യിൽ പൊറോട്ട, ടോണി ബോസിന്റെ വായിൽ കൊഴുക്കട്ട. കൊള്ളാം ട്വിങ്കിൾ, നിന്റെ ഈ ലഞ്ച് ബോക്സ് ഐഡിയ ഉണ്ടല്ലോ, അത് അടിപൊളി. നീയല്ലേ എപ്പോഴും പറയുന്നത് കീക്കോ? ട്രിക്ക് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് കിക്ക് ആവശ്യമില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അതെ, അത് നീ പറഞ്ഞത് വളരെ ശരിയാണ് കേട്ടോ. ഐഡിയ. മിസ്റ്റർ എക്സിനെ കണ്ടുപിടിക്കാൻ ഒരു നല്ല ഐഡിയ കിട്ടി. ഞാനാണ് ഡിറ്റക്റ്റീവ് ചാറ്റ്പാട്ട്. ഏത് കേസും ഫടാഫട്ട് സോൾവ് ചെയ്യും. പക്ഷേ സാർ, ഈ കേസ് നിങ്ങളല്ല, കിക്കോയാണ് സോൾവ് ചെയ്തോണ്ടിരിക്കുന്നത്. അല്ലല്ല, ഈ കേസ് ഞാൻ തനിച്ചല്ല, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് സോൾവ് ചെയ്യാം. കിക്കോ, ദോശയുടെ മസാലയ്ക്ക് ഒരു രുചിയുണ്ടെങ്കിൽ പാവ് ബജിയുടെ മസാലയ്ക്ക് മറ്റൊരു സാർ രുചിയായിരിക്കും. ഇപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുക. നിനക്ക് ഉറപ്പാണോ കിക്കോ, മിസ്റ്റർ എക്സിനെ കണ്ടുപിടിക്കാനുള്ള നിന്റെ ഈ പ്ലാൻ വർക്കൗട്ട് ആവോ? തീർച്ചയായും വർക്കൗട്ട് ആവും. കാരണം മിസ്റ്റർ എക്സിന് മോഷ്ടിക്കുന്നതിനേക്കാൾ കൂടുതൽ ചാലഞ്ചിൽ ജയിക്കുന്നതാണ് ഇഷ്ടം. ഈ ചാലഞ്ചിൽ ജയിച്ചു കാണിക്കാൻ അയാൾ തീർച്ചയായും വരും. അപ്പോൾ നമുക്ക് മാസ്റ്റർ പ്ലാൻ വർക്കൗട്ട് ചെയ്യാം. സൺ സിറ്റി മിസ്റ്റർ എക്സിനെ ചാലഞ്ച് ചെയ്തിരിക്കുന്നു. സൺ സിറ്റിയെ ചാലഞ്ച് ചെയ്തിരിക്കുന്നു. മിസ്റ്റർ എക്സിനെ വെല്ലുവിളിച്ചിരിക്കുന്നു. ഞാൻ ആരാന്നറിയാതെ എന്നോട് കയറി കളിക്കാൻ ശ്രമിക്കുകയാണ്. രാജാവ് സൂര്യസിംഗിന്റെ അപൂർവമായ ഖജനാവ് ഇന്ന് മ്യൂസിയത്തിൽ നിന്നും എടുത്തുകൊണ്ട് വളരെ രഹസ്യമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നോടാണോ നിന്റെ ഈ ചാലഞ്ച്? പേപ്പറിൽ നിങ്ങൾ ന്യൂസ് ഫ്ലാഷ് ചെയ്ത് വളരെ വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാജാവ് സൂര്യസിംഗിന്റെ ഖജനാവ് മ്യൂസിയത്തിൽ നിന്നും ഞാൻ അടിച്ചു മാറ്റിയിരിക്കും. പക്ഷേ അവര് പറഞ്ഞ സീക്രട്ട് ലൊക്കേഷൻ വരെ അത് ചെന്ന് ചേരില്ല. രാജാവ് സൂര്യസിംഗിന്റെ ഒരുപാട് അപൂർവമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. വളരെ സേഫായിട്ട് വേണം ഇതെത്തിക്കാൻ. മിസ്റ്റർ എക്സിനെ പിടിക്കാൻ ഇതാണ് പ്ലാനെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. മിസ്സായാൽ പിന്നെ ഞാൻ എന്റെ കാര്യം അബദ്ധത്തിലാകും. ഞങ്ങൾ തനിച്ചെല്ലാം ഒറ്റക്കെട്ടായി ഒരു ടീമായാണ് പ്രവർത്തിക്കുന്നത്.
സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട മേയർ സാർ. നിങ്ങൾ പറഞ്ഞ ഈ വിലയുയർന്ന സാധനങ്ങളെല്ലാം അദ്ദേഹം സംരക്ഷിക്കും. മമ്മി മമ്മി ചുമ്മാ കിടന്ന് മൂങ്ങിയാൽ അടിച്ച് ഷേപ്പ് മാറ്റി ഞാൻ. കള്ളനെ പിടിക്കുന്നവനാണ് ഈ ഡിറ്റക്റ്റീവ് ചാറ്റ്പാട്ട്. എക്സിനെ ഞാൻ ഫടാഫട്ട് പിടിച്ചിരിക്കും. ഇപ്പൊ തന്നെ വളരെ ലേറ്റ് ആയി. 2 വേർഡ്സിൽ പറഞ്ഞാൽ ലെറ്റ്സ് ഗോ. പോകുന്ന വഴിയിൽ എനർജിക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും കഴിക്കാം. മാംഗോ. ഈ റിമോട്ട് കയ്യിലുള്ളപ്പോ ഈ മിസ്റ്റർ എക്സിന് ഒറ്റയ്ക്ക് വന്ന് ഈ ലോക്കർ പൊട്ടിക്കാനാവില്ല. മിസ്റ്റർ എക്സ് ഏത് വഴിക്ക് എപ്പോഴെങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അയാൾ തീർച്ചയായും വരും. എന്റെ ദൈവമേ, അവൻ എത്തിയോ? മിസ്റ്റർ റെക്സ് അങ്കിൾ എത്തിക്കഴിഞ്ഞു. ഭയങ്കര സ്പീഡിലാ വന്നോണ്ടിരിക്കുന്നത്. പക്ഷെ അയാളിപ്പോ എവിടെയാ? ഞാനിത് കളമിറങ്ങി കഴിഞ്ഞു. എല്ലാം ഞാൻ ഇപ്പോൾ അടിച്ചു മാറ്റിക്കൊണ്ടങ്ങ് പോകും. എല്ലാം എന്റെ വ്യത്യസ്തമായ സ്റ്റൈലിലായിരിക്കും. എന്റെ പേര് മിസ്റ്റർ എക്സ് എന്നാണ്. ചാലഞ്ച് ചെയ്ത് മോഷ്ടിക്കുക, അതാണ് എന്റെ ജോലി. അതും വളരെ വ്യത്യസ്തമായ സ്റ്റൈലിൽ. എന്നോട് ചാലഞ്ച് ചെയ്ത് ഇങ്ങനെ എന്നെ സഹായിച്ചതിനു വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും താങ്ക്സ്. അതങ്ങ് പോയല്ലോ. പെട്ടെന്ന് അവനങ്ങ് പോയല്ലോ. പക്ഷെ അയാൾക്ക് ഒരുപാട് ദൂരമൊന്നും പോവാൻ പറ്റില്ല. കാരണം ആ ലോക്കറിൽ ഞാൻ ചില കേബിൾസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴേ പറഞ്ഞാലും നിങ്ങൾ വിഷമിക്കണ്ട. ഇനി ഇവൻ കിടക്കാൻ പോകുന്നത് ജയിലിലാണ്. സാറ് പറഞ്ഞത് ശരി തന്നെയാ. ഇനി മിസ്റ്റർ എക്സിന്റെ കളി ഇതോടെ അവസാനിക്കും. ഗുഡ് മോർണിംഗ് മിസ്റ്റർ എക്സ്. നിങ്ങൾ ഈ ചാലഞ്ചിൽ തോറ്റുപോയി. മിസ്റ്റർ എക്സ് ഇതുവരെ ഒരു കാര്യത്തിലും തോറ്റിട്ടില്ല. നോക്കാം, ഇപ്പോ നമുക്ക് ചാലഞ്ച് ചെയ്യാം, അതും വ്യത്യസ്തമായ സ്റ്റൈലിൽ. വൺ വേർഡിൽ പറഞ്ഞാൽ ട്വിൻസോ? എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതെ, ഞാൻ ഇക്കാര്യം മനസ്സിലാക്കിയത് ഡോഡോ 2 ടിഫിൻ ബോക്സ് കൊണ്ടുവന്നപ്പോഴാണ്. ടോണിയും ഒരു പാഠം പഠിപ്പിച്ചില്ലേ? ഫോളോ ചെയ്യുമ്പോൾ മിസ്റ്റർ എക്സ് പെട്ടെന്ന് കാണാതെ പോയതും പെട്ടെന്ന് വേറെവിടുന്നോ വരുന്നതും. അതിന്റെ കാരണം ഇതാണ്: ഒരാൾ മറഞ്ഞു നിൽക്കുമ്പോൾ മറ്റൊരു ബ്രദർ വേറൊരു വഴിയിൽ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് അവരെ ആർക്കും പിടിക്കാൻ കഴിയാത്തത്. ആ സമയത്താണ് ഞാനൊരു കാഴ്ച കണ്ടത്. അന്ന് അവിടെ ആ സ്ഥലത്ത് ഞാനൊരു ബങ്കർ കണ്ടു. കൊള്ളാം, നീ ബുദ്ധിമാനാണ്. നിന്റെ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിന്റെ ഇൻവെസ്റ്റിഗേഷൻ അടിപൊളി. ഞങ്ങൾ എപ്പോഴും ഈ ലോകത്തിലുള്ളവരെ വിഡ്ഢികളാക്കി മാറ്റുകയായിരുന്നു. ഞങ്ങൾ എപ്പോഴും ഈസി ആയിട്ട് എസ്കേപ്പ് ആകുമായിരുന്നു. പക്ഷെ ഇന്ന് നീ ഞങ്ങളുടെ രഹസ്യം കണ്ടുപിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഈ പ്ലാനൊക്കെ കൊള്ളാം മിസ്റ്റർ എക്സ്. പക്ഷെ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു പോയി. അന്ന് നിങ്ങളുടെ ബാക്കിൽ രാജാവ് സൂര്യസിംഗിന്റെ വാളുണ്ടായിരുന്നു. നിങ്ങളുടെ ബ്രദറിന്റെ മുതുകിലില്ലായിരുന്നു. അപ്പോഴാണ് എനിക്ക് സംശയം വന്നത്. ഡോഡോ 2 ടിഫിൻ ബോക്സ് കൊണ്ടുവന്നപ്പോൾ നിങ്ങളും 2 ആളായിരിക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ടായി. അത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. നിന്റെ ഈ പ്ലാനൊക്കെ വളരെ നന്നായിട്ടുണ്ട്, കൊള്ളാം. പക്ഷെ എന്ത് ചെയ്യാനാ, നീ ഇപ്പോ ഫെയിൽ ആയി പോയി. വേഗം, അതിവേഗം R7 സൂപ്പർ സ്പീഡോ കാർ പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ, നമുക്ക് 2 മിസ്റ്റർ എക്സിനെയും പിടിക്കണം. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 19. ഫോർമുല നമ്പർ 19 ആക്ടിവേറ്റഡ്. അവരുടെ അറ്റാക്കിന് തിരിച്ചടി നൽകാൻ സമയമായി. അവൻ
അവനിപ്പോ ഈ വലയിൽ നമ്മളെ കുടുക്കിക്കളഞ്ഞല്ലോ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 232 യൂസ് ചെയ്. ഫോർമുല നമ്പർ 232 ആക്ടിവേറ്റഡ്. ഈ വലയെല്ലാം ഞാൻ കട്ട് ചെയ്തെറിയും. ഇത്രയും സമയം നീ എന്നെ അറ്റാക്ക് ചെയ്തു. അടുത്തതായി ഇനി ഞാൻ എന്റെ അറ്റാക്ക് തുടങ്ങുന്നു. Launching micro missiles. ഇപ്പോഴും സമയം ബാക്കിയുണ്ട് മിസ്റ്റർ എക്സ്. നിങ്ങൾ രണ്ടാളും പെട്ടെന്ന് സറണ്ടർ ആയിക്കോളൂ. ശിക്ഷ കുറയാൻ ഒരു ചാൻസ് ഉണ്ട്. ശിക്ഷ ഞങ്ങളാണ് നിനക്ക് നൽകാൻ പോകുന്നത്. ഞങ്ങളുടെ 2 ബൈക്സും നീ തവിട് പൊടിയാക്കിയില്ലേ? കിക്കോ ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ, ആദ്യം അവന്റെ കളി ഞാൻ നോക്കും, പിന്നെ പൂച്ചെലിയെ പിടിക്കുന്ന പോലെ ഒറ്റപ്പിടിയാ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ ശരിയാണ് സാർ. ജഡ്ബെഡ് സാറ് മിസ്റ്റർ എക്സിനെ പിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ശിക്ഷ ഫട്ടാഫട്ട്. മിസ്റ്റർ എക്സ്, പിന്നെ മിസ്റ്റർ എക്സ്, തെറ്റായ കാര്യം ചെയ്യാൻ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു. ഈ ബുദ്ധിയൊക്കെ നല്ല കാര്യത്തിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത്ര നന്നായേനെ. എന്ത് ചെയ്താലും അതിൽ സ്റ്റൈലായി ചെയ്യണം.